السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, നൂറെ മദീന അതിന്റെ വേണ്ടപ്പെട്ട മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന, ശഫാഅത്ത് ചെയ്യുന്ന, റയ്യാൻ എന്ന കവാടത്തിലോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മളെയും വേണ്ടപ്പെട്ടവരെയും ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകളെയും കമന്റിലൂടെ സന്തോഷം അറിയിക്കുന്ന എല്ലാവരെയും അല്ലാഹു ചേർത്തി തരട്ടെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, പരിശുദ്ധ റമളാൻ നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്? ഫക്കീറന്മാരുടെ, പാവപ്പെട്ടവരുടെ അവരുടെ വിശപ്പറിയാൻ വേണ്ടിയാണോ? അതൊന്നുമല്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ എന്നുള്ളത് അത് ഈമാൻ കാര്യമാണ്, അഖീദയാണ്. കുതിബ അലൈക്കുമുസ് സിയാം അത് ഫിഖ്ഹാണ്. കമാ കുതിബ അലല്ലദീന അത് എന്നുള്ളത് താരീഖാണ്. ലഅല്ലക്കും തത്തഖൂൻ അത് തസവുഫാണ്. ഇവിടെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? മുത്തഖിയാവ എന്നുള്ളതാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീന യുൻഫിഖൂന ബിസ്സറായി വല്ലറായി. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ളതുപോലെ ചെലവ് ചെയ്യുന്നവൻ, സന്തോഷമുള്ള അവസരത്തിലും ഉള്ളപ്പോഴും അവനിലുണ്ട്. അവൻ 2000 ചെലവ് ചെയ്യുന്നുണ്ട്, അവൻ ഇല്ലാത്ത 200 ചെലവ് ചെയ്യുന്നുണ്ട്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെലവ് ചെയ്യുന്നവൻ. രണ്ടാമത്തത് മുത്തഖിയുടെ അടയാളം വൽ ഖാലിമീനൽ ഗൈർ. ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ ദേഷ്യം വന്നാൽ ദേഷ്യം പിടിക്കാത്തവനാണ്. മൂന്നാമത്തത് വൽ ആഫീൻ. ഇങ്ങോട്ട് തെറ്റ് ചെയ്തവർക്ക് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നവർ, ഇവരാണ് മുത്തഖീങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, മുത്തഖിയാവാൻ വേണ്ടിയാണ് അല്ലാഹു തആല നോമ്പിനെ ഫർളാക്കിയത്. നമ്മൾ പറയും അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ ഒരുപാട് കൂലികളാണ്, പ്രതിഫലമാണ് ഈ ഉമ്മത്തിനിക്ക് കണക്കാക്കിയത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞുവല്ലോ, അദ്ദുന്യാ സഅത്തുൻ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് സമയമാണ്. ഫജഅല ഇബാദ തആതൻ, അതിനെ ഇബാദത്തായിട്ട് അതിനെ മാറ്റിമറിക്കണം. ഒരു നല്ല കാര്യം, നമ്മൾ ഹലാലായ കാര്യം, നിയ്യത്ത് 2 വിധം. ഒന്ന് ഹലാലായ കാര്യത്തിൽ നിയ്യത്ത് ചെയ്യാം. ഉദാഹരണത്തിൽ ഭക്ഷണം കഴിക്കുന്നത്, ആ കഴിക്കുന്ന അവസരത്തിൽ ഇബാദത്തിലേക്ക് ശക്തി കിട്ടാൻ വേണ്ടിയാണ് എന്ന് ഒരാൾ നിയ്യത്ത് വെച്ചാൽ അതിനിക്ക് ധാരാളം പ്രതിഫലമുണ്ട്. അത്താഴം കഴിക്കുമ്പോൾ നോമ്പെനിക്ക് ഉന്മേഷം കിട്ടാൻ വേണ്ടിയാണ്, ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വെള്ളം കുടിക്കുന്നതെന്ന് അത്താഴം കഴിക്കുന്ന അവസരത്തിൽ ഒരൊറ്റ നിയ്യത്ത് ചെയ്താൽ 100 ഒട്ടകം അറുത്തു കൊടുത്തതിന്റെ പ്രതിഫലമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി.
ബഹുമാനപ്പെട്ട ഇമാം റാസി ഇമാം റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കാണാം, ഫമാ അള്ളമൽ ഖുസ്റാന മൻ യഖ്ബലുഹന്ന, നിയ്യത്തിന്റെ വിഷയത്തിൽ ശരിക്കും ശ്രദ്ധിക്കാത്ത ആള് അവന്റെ കാര്യത്തിൽ കഷ്ടം തന്നെ. എത്രയെത്ര നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഒരു സുഗന്ധം പുരട്ടുന്ന അവസരത്തിൽ അവനിക്ക് എത്ര സുന്നത്താണ് കിട്ടുന്നത്. ഒരു സുഗന്ധം പുരട്ടുന്ന അവസരത്തിൽ നിയ്യത്ത് ചെയ്താൽ ഇത് എന്റെ ഹബീബിന്റെ സുന്നത്താണെന്ന് കരുതി സുഗന്ധം പുരട്ടാം. രണ്ടാമത് എന്റെ ശരീരത്തിൽ ദുർഗന്ധമുണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ള നിയ്യത്തിൽ. മൂന്നാമത്തത് മോമിനീങ്ങൾക്ക് എന്നെ കൊണ്ട് സന്തോഷമുണ്ടാകണം എന്ന് കരുതി കൊണ്ട് സുഗന്ധം പൂശിയാൽ ഒരു കർമ്മത്തിനിക്ക് എത്രയെത്ര പ്രതിഫലമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു തആല അങ്ങനെ അല്ലാഹു തആല നമുക്ക് ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ മഹ്ശറയിൽ ചില മനുഷ്യന്മാരുടെ ഏടുകൾ ഇങ്ങനെ പരിശോധിക്കുന്ന അവസരത്തിൽ മാലി ഹാദൽ കിതാബ്, ഇത് എന്തൊരു കിതാബാണ്? അപ്പോൾ അള്ളാഹുവിനോട് ഇവൻ പറയും, ഇത് എന്റെ കിതാബല്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല, കിതാബ് മാറിപ്പോയോ? അല്ല, ഒരിക്കലും മാറിയിട്ടില്ല, ഇത് നിന്റേത് തന്നെയാണെന്ന് അല്ലാഹു തആല പറയും. അപ്പോൾ അവൻ പറയും, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല, പള്ളി നിർമ്മാണം ചെയ്തിട്ടില്ല, മറ്റുള്ള കാര്യം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കിട്ടിയത്? നീ ഹജ്ജ് ചെയ്യാൻ പോകുന്ന മനുഷ്യൻ പോകുന്ന അവസരത്തിൽ നീ കരുതിയിട്ടുണ്ടല്ലോ, എനിക്ക് ഞാൻ സമ്പത്തുണ്ടായിരുന്നാൽ ഞാൻ ഹജ്ജ് ചെയ്യുമായിരുന്നു, ഒരൊറ്റ നിയ്യത്ത്. ആ ഒരു നിയ്യത്തിന്റെ കാരണം കൊണ്ട് ഹജ്ജിന്റെ പ്രതിഫലമായതിനെ മാറ്റി അല്ലാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് اللهم إني أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار. ഒരു കർമ്മത്തിൽ കുറെ കൂലി കിട്ടും നിയ്യത്ത് നന്നാക്കിയാൽ. ഒരാൾ പള്ളിയിൽ ഇരിക്കുകയാണ്, ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചിരിക്കുകയാണ്. അവൻ കരുതുകയാണ്, ഇവിടെ മഗ്‌രിബിന്റെ ജമാഅത്ത് കിട്ടും, എനിക്ക് ഇൽമ പഠിക്കാനുള്ള സൗകര്യമുണ്ടാവും. അനാവശ്യമായ കാര്യം, അങ്ങാടിയിലേക്ക് പോയാൽ അനാവശ്യമായ കാര്യം അവിടെ ചെയ്യേണ്ടി വരും, പള്ളിയിലാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി ഒരാൾ നിയ്യത്ത് ചെയ്താൽ എത്ര പ്രതിഫലമാണ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് ഹലാലായ കാര്യത്തിലും നിയ്യത്ത് ചെയ്യാൻ, നല്ല കാര്യത്തിൽ നിയ്യത്ത് വെക്കുക. ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ, ഞാൻ ഉറങ്ങുന്ന അവസരത്തിൽ നിയ്യത്ത് വെച്ച് കിടന്നാൽ എന്റെ ഇബാദത്തിന് ഉന്മേഷം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഉറങ്ങുന്നത്. ഞാൻ ഫുഡ് കഴിക്കുന്നത് എന്റെ ഇബാദത്തിന് ശക്തി കിട്ടാൻ വേണ്ടിയാണെന്ന് ഫുഡ് കഴിച്ച് ഹലാലായ കാര്യത്തിൽ പോലും ധാരാളം റുബ്ബാമലിൻ എത്രയെത്ര അമലുകളാണ്. അത് രൂപാന്തരപ്പെടുന്നുണ്ട് ദുനിയാവിന്റെ അമൽ, പക്ഷേ അത് ആഖിറത്തിന്റെ അമലായിട്ടാണ് രൂപാന്തരപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? നിയ്യത്ത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, അദ്ദുന്യാ സഅ ഫജഅൽഹാ ഇബാദാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അബൂ ഉമാമത്ത് റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അള്ളാഹുവിലേക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു അമല് എനിക്ക് പഠിപ്പിച്ചു തരണം നബിയേ. മുത്തുനബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, അലൈക ബിസ്സൗം, നീ നോമ്പിനെ നിർബന്ധമായിക്കോ, നോമ്പ് പിടിച്ചോ. ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിനിക്ക് കടപിടിക്കുന്ന, അതിനിക്ക് തുല്യമായ ഒരു അമലുമില്ല. നോമ്പിനിക്ക് വല്ലാത്ത പ്രതിഫലമാണ്. സുന്നത്ത് നോമ്പിനിക്ക് ധാരാളം പ്രതിഫലമുണ്ടെങ്കിൽ ഫർള് നോമ്പിനിക്ക് എത്രയെത്ര പ്രതിഫലമാണ്. നോമ്പിന്റെ കൂലിനെ കുറിച്ച്, സുന്നത്ത് നോമ്പിന്റെ കൂലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫർള് നോമ്പിന്റെ കൂലി, നോമ്പിന്റെ കൂലിയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, അസ്സൗമു ലീ, നോമ്പ് എന്നുള്ളത് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ചെയ്യുന്നവരും ഞാനാണ്, അതെനിക്ക് കണക്കും കയ്യില്ല. അതുകൊണ്ട് ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലമാണ്, 700 ഇരട്ടി പോകും. പക്ഷേ നോമ്പിന്റെ പ്രതിഫലം അങ്ങനെയല്ല, അത് അള്ളാഹുവിനിക്ക് മാത്രം അറിയുന്ന ഒരു അമലാണ്. അല്ലാഹു തആല നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അല്ലാഹു തആലയോട് നമ്മൾ ഖേദിച്ച് മടങ്ങണം.
ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മുആസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. യാ മുആസ് ലബ്ബൈക യാ റസൂലല്ലാഹ്. ഓ മുആദേ, വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ മുആസ് ലബ്ബൈക യാ റസൂലല്ലാഹ്. ആരാണ് മുആസ് എന്നറിയോ? വലിയ പണ്ഡിതനാണ്, വലിയൊരു ആലിമാണ്. യഅതി യൗമൽ ഖിയാമത്തി അമാമൽ ഉലമായി. മുആസ് വരുന്നത്, എൻ്റെ മുആദ് വരുന്നത് ആലിമീങ്ങളുടെ മുമ്പിലാണ്, പണ്ഡിതന്മാരുടെ മുമ്പിലാണ് വരുന്നത്. മുത്തു റസൂൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. തഅല്ലമുൽ ഖുർആന മിൻ അർബഈൻ. നാലാളെ പക്കൽ നിന്ന് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുക. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സാലിം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, വമിൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മുആദിനെ വിളിച്ചു പറയുകയാണ്, ജനങ്ങൾ നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് അധികരിച്ചും എന്താണ് മുആദേ? മുആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ എനിക്കറിയില്ല, അല്ലാഹു വറസൂലു അലം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് അധികവും നരകത്തിലേക്ക് എത്തിക്കുന്ന അവയവം നാവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങണം. ഇബ്ലീസ് ആകാശത്ത് സുജൂദ് ചെയ്ത് നിനക്ക് കണക്കുകയില്ല. ആരാണ് ഇബ്ലീസ് എന്നറിയുമോ? കാന റഫീഖ ഖാസിനൽ ജന്ന റിദ്വാൻ അലൈഹിസ്സലാം. സ്വർഗം കാക്കുന്നതായ മലക്കിന്റെ കാവൽക്കാരനാണ് ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ മസ്തഗ്ഫറല്ലാഹ ഹത്താ മറത്തൻ വാഹിദ, ഒരൊറ്റ ഇസ്തിഗ്ഫാർ പോലും അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എനിക്ക് പുറത്തു തരണേ എന്ന് അവൻ പറഞ്ഞിട്ടില്ല. കാരണം താഴ്ന്നു നിൽക്കുകയാണ്. അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ പറയലാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണേ എന്ന്. നോക്ക്, പരിശുദ്ധ ഖുർആനിൽ പരിപൂർണമായി അവസാനമായി ഇറങ്ങിയ സൂറത്തേത്? സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ബഹുമാനപ്പെട്ട ആയിഷ ഉമ്മ പറയുകയാണ്, മുത്തുനബി തങ്ങൾ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം മുത്തുനബിന്റെ നാവിൽ നിന്ന് പറഞ്ഞ ദിക്ർ ഇതാണ്. ഏതാണ് ദിക്ർ? ഏതാണ് ഈ സൂറത്ത്? ഇവിടെ 4 കാര്യമാണ് പറഞ്ഞത്. ഏതാ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. തസ്ബീഹാണ്, ഹംദാണ്, ഇസ്തിഗ്ഫാറാണ്, തൗബയാണ്. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം മുത്തുനബി തങ്ങൾ നന്നായി ധാരാളം ജീവിച്ചിട്ടില്ല, കുറച്ച് ദിവസം മാത്രമാണ്. മുത്തുനബി തങ്ങൾ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം പറയുമായിരുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. എല്ലാമുണ്ട്. ഹംദുണ്ട്, തസ്ബീഹുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, തൗബയുണ്ട്. യദാ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ.